എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മമ്മൂക്കയുടെ ടർബോ സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ചെയ്തതിനെക്കുറിച്ച് ഒരുപാട് പേര് എനിക്ക് അനുകൂലമായ ഒരുപാട് കമൻറ്റുകൾ ഇട്ടിരുന്നു. ആ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ താങ്ക്സ് പറയുന്നു. സമയത്തിന് ശേഷം മമ്മൂക്ക ചിത്രങ്ങളോട് കാണിച്ച വ്യത്യാസമാണ് ഇപ്പം തിയേറ്ററുകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിക്കാൻ തുടങ്ങിയത്. കാര്യം മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ വന്ന ചിത്രങ്ങളായ റോഷോക്കും കണ്ണൂർ സ്കോഡും കാതലും ഭ്രമയുഗവും ഇപ്പം വന്ന ടർബോയും തിയേറ്ററിൽ വളരെയധികം വിജയം നേടി, തിയേറ്ററിൽ കളക്ഷൻ നേടി. അപ്പോൾ ആ ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ കളക്ഷൻ നേടിയതിൻ്റെ പ്രധാന കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രം നമുക്ക് വർഷങ്ങളോളം മലയാള സിനിമയിൽ നിൽക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ വിജയം അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണം അദ്ദേഹം എടുത്ത സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 സിനിമകളിലും നമ്മൾ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കഥകളും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്യാരക്ടറുകളുമായിട്ടാണ് മമ്മൂക്ക നമ്മുടെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അത്തരം വ്യത്യസ്തമായൊരു പ്രമേയവും വ്യത്യസ്തപ്പെടുത്തുന്ന വേഷവും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും തുടരെ ജയിക്കുന്നത്. അപ്പം ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് വിൻ ചെയ്യുമ്പം ആദ്യം നമ്മളൊരു ചിത്രം ഒരു ദിവസം തിയേറ്ററിൽ പോയി കാണുമ്പം അല്ലെങ്കിൽ 1, 2, 3 ദിവസം കാണുമ്പം പൊതുവെ എല്ലാവർക്കും നല്ല അഭിപ്രായം വരുമ്പോഴാണ് നമ്മൾ ആ ചിത്രത്തിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പം മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ ചിത്രം വിജയമായതുകൊണ്ട് തന്നെ പ്രോമിസിംഗ് ആയി രണ്ടാമത്തെ ചിത്രവും മൂന്നാമത്തെ ചിത്രവും നാലാമത്തെ ചിത്രവും ഇപ്പോൾ വന്ന 5ാമത്തെ ചിത്രത്തിനും അത്രത്തോളം പ്രോമിസിംഗ് ആയ രീതിയിൽ അവരെന്താണോ പറഞ്ഞത് അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കൺവേ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് മലയാളികൾ ആ സിനിമയെ സ്വീകരിച്ചത്. അപ്പം ചിത്രത്തിൻ്റെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഒരാളുടെ അഭിപ്രായത്തിൽ മാത്രം ഒരു മോശം കണ്ട് പറയുന്നതല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രത്തെ മോശമായി പറയുമ്പോൾ നമുക്കതിനെതിരെ എല്ലാവരും പ്രതികരിക്കും. കാര്യം ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 3-4 ദിവസം കൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ചിത്രം ഇഷ്ടപ്പെടുമ്പോൾ അപ്പോൾ ആ ചിത്രത്തിനെതിരെ പറയുന്നവർക്ക് അപ്പോഴാണ് നമ്മൾ അവരുടെ ഈ വാക്കുകളെ പ്രതികരിക്കുന്നത്. അപ്പം മമ്മൂക്ക വർഷങ്ങളായി മലയാള സിനിമയിൽ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാലം അദ്ദേഹത്തിന് എത്രത്തോളം വ്യത്യസ്തത മലയാള സിനിമയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി, അദ്ദേഹത്തിൻ്റെ ക്രൂവും എല്ലാവരും ചെയ്യുന്നത്. പുതുമുഖങ്ങളും എല്ലാവരും ചേർന്ന് അതിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്ന ചിത്രം വളരെയധികം അതിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാരഥൻ, മലയാള സിനിമയെ നയിക്കുന്ന മഹാരഥൻ എന്ന് മമ്മൂട്ടിയെ നമ്മൾ എല്ലാവരും പറയുന്നതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്ന അഭിപ്രായം ചിത്രത്തിലും ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് തരുമെന്ന് പറഞ്ഞത് ആ ചിത്രത്തിലും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത തരത്തിൽ അത് ഒരു തരത്തിൽ ചിത്രത്തിൻ്റെ എന്താണ് പറയുക ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ചുമ്മാ ഒരു വ്യക്തിഹത്യയുടെ പേരിൽ ശ്രമിക്കുമ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. കാര്യം ഒരു നടൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലി പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിപ്പോൾ അതിനെ കേവലം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ നശിപ്പിക്കാൻ കൂടി ശ്രമിക്കുമ്പോൾ ഒരു ചിത്രം നശിക്കുന്നു. സിനിമ എന്ന മേഖലയിൽ തന്നെ അതൊരു മോശമായ പ്രവണത ആയതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിനെ കുറിച്ച് പ്രതികരിച്ചത്.